ഭൂമിയിലെ 800 കോടിയിലധികം വരുന്ന മുഴുവൻ മനുഷ്യരും ഒരേ നിമിഷത്തിൽ ഒരേ സെക്കൻഡിൽ ഒരുമിച്ച് ചാടിയാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യം ലളിതമായി തോന്നാമെങ്കിലും അതിന്റെ പിന്നിൽ ഭൗതികശാസ്ത്രത്തിന്റെ വളരെ രസകരവും സങ്കീർണവുമായ തത്വങ്ങൾ ഒളിഞ്ഞിരിപ്പുണ്ട്. ഒറ്റ നോട്ടത്തിൽ ചിന്തിക്കുമ്പോൾ ഇത്രയധികം മനുഷ്യരുടെ ആകെ ഭാരം ഒരേ നിമിഷത്തിൽ ഭൂമിയിലേക്ക് പ്രയോഗിക്കപ്പെടുമ്പോൾ ഭീകരമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുമെന്നോ, ഭൂമി അതിന്റെ ഭ്രമണപഥത്തിൽ നിന്ന് തെറിച്ചു പോകുമെന്നോ, അല്ലെങ്കിൽ ഭൂമിയുടെ അച്ചുതണ്ടിന് വ്യതിയാനം സംഭവിക്കുമെന്നോ ഒക്കെ നമ്മൾ കരുതിയേക്കാം. എന്നാൽ ഭൗതികശാസ്ത്രത്തിന്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ യാഥാർത്ഥ്യം നമ്മൾ കരുതുന്നതിനേക്കാൾ വളരെ വ്യത്യസ്തമാണ്. ഈ പ്രതിഭാസത്തെ പൂർണ്ണമായി മനസ്സിലാക്കാൻ മനുഷ്യർ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ചാടുമ്പോഴും അതല്ല എല്ലാവരും ഒരു പ്രത്യേക സ്ഥലത്ത് ഒന്നിച്ചുകൂടി ചാടുമ്പോഴും ഉണ്ടാകുന്ന മാറ്റങ്ങളെ നമ്മൾ വേർതിരിച്ചു കാണേണ്ടതുണ്ട്. ആദ്യമായി, ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും തങ്ങൾ നിലവിൽ നിൽക്കുന്ന സ്വന്തം രാജ്യങ്ങളിലോ വീടുകളിലോ വെച്ച് ഒരേ സമയം മുകളിലേക്ക് ചാടുകയാണെന്ന് സങ്കൽപ്പിക്കുക. ഈ സാഹചര്യത്തിൽ ഭൂമിക്ക് ഒരു പോറൽ പോലും ഏൽക്കില്ല എന്നതാണ് സത്യം. സർ ഐസക് ന്യൂട്ടന്റെ മൂന്നാം ചലന നിയമം അനുസരിച്ച് ഏതൊരു ക്രിയയ്ക്കും തുല്യവും വിപരീതവുമായ ഒരു പ്രതിക്രിയ ഉണ്ടായിരിക്കും. അതായത്, നമ്മൾ മുകളിലേക്ക് ചാടാനായി കാൽപാദങ്ങൾ കൊണ്ട് ഭൂമിയെ താഴേക്ക് തള്ളുമ്പോൾ നമ്മൾ ഭൂമിയിലേക്ക് ഒരു ബലം പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ ഭൂമി ഒരു ഗോളാകൃതിയിലുള്ള വസ്തുവായതുകൊണ്ട് മനുഷ്യർ ലോകത്തിന്റെ എല്ലാ കോണുകളിലും വ്യാപിച്ചു കിടക്കുകയാണ്. അമേരിക്കയിൽ നിൽക്കുന്ന ഒരാൾ ചാടുമ്പോൾ ഭൂമിയെ ഏതൊരു ദിശയിലേക്കാണോ തള്ളുന്നത് അതിന് തൊട്ട് വിപരീത ദിശയിലായിരിക്കും ഏഷ്യയിലോ ഓസ്ട്രേലിയയിലോ നിൽക്കുന്ന ഒരാൾ ഭൂമിയെ തള്ളുന്നത്. തത്ഫലമായി ഭൂഗോളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഈ ബലങ്ങൾ പരസ്പരം റദ്ദാക്കപ്പെടുകയും ഭൂമിയിൽ യാതൊരുവിധ ചലനവും ഉണ്ടാകാതിരിക്കുകയും ചെയ്യും. എന്നാൽ ഇതിനേക്കാൾ രസകരമായ രണ്ടാമത്തെ സാഹചര്യം ചിന്തിച്ചു നോക്കൂ. ലോകത്തിലെ മുഴുവൻ ജനങ്ങളെയും 800 കോടിയിലധികം ആളുകളെ ഏതെങ്കിലും ഒരു പ്രദേശത്ത്, ഉദാഹരണത്തിന് ന്യൂയോർക്ക് നഗരത്തിന്റെയോ അല്ലെങ്കിൽ ലോസ് ഏഞ്ചലസിന്റെയോ അത്രയും വലിയ ഒരു മൈതാനത്ത് തിങ്ങി നിറച്ചു നിർത്തി കൃത്യം ഒരു നിമിഷത്തിൽ എല്ലാവരോടും ഒരേപോലെ 30 സെന്റിമീറ്റർ, ഏകദേശം ഒരടി ഉയരത്തിലേക്ക് ചാടാൻ ആവശ്യപ്പെടുന്നു. ഇവിടെ വിപരീത ദിശകളിൽ നിന്നുള്ള ബലങ്ങൾ റദ്ദാക്കപ്പെടുന്നില്ല. പകരം എല്ലാ ബലവും ഭൂമിയുടെ ഒരു പ്രത്യേക ഭാഗത്തേക്ക് മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുന്നു. ഈ സമയത്ത് ഭൂമിക്ക് എന്താണ് സംഭവിക്കുക? മനുഷ്യർ എല്ലാവരും ഒന്നിച്ചുയരുന്ന നിമിഷത്തിൽ ഭൂമിയിലേക്ക് പ്രയോഗിക്കപ്പെടുന്നത് ഏകദേശം 10 ട്രില്യൺ ന്യൂട്ടൺ ബലമാണ്. കേൾക്കുമ്പോൾ ഇതൊരു വൻ തുകയായി തോന്നുമെങ്കിലും ഭൂമിയുടെ ഭാരവുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് തികച്ചും നിസ്സാരമാണ്. ലോകത്തിലെ ആകെ മനുഷ്യരുടെ ഭാരം എന്ന് പറയുന്നത് 40 കോടി മെട്രിക് ടൺ വരും. എന്നാൽ നമ്മുടെ ഭൂമിയുടെ ഭാരം എന്നത് 5.97 ഗുണിക്കണം 10⁻21 മെട്രിക് ടണ്ണാണ്. അതായത് ഭൂമിയുടെ ഭാരം മനുഷ്യരുടെ ആകെ ഭാരത്തേക്കാൾ ഏകദേശം 15 ട്രില്യൺ മടങ്ങ് കൂടുതലാണ്. ഈ ഭാരവ്യത്യാസം കാരണം 800 കോടി മനുഷ്യർ ഒന്നിച്ചു ഭൂമിയെ താഴേക്ക് തള്ളുമ്പോൾ ഭൂമി താഴേക്ക് നീങ്ങുന്നത് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ വലിപ്പത്തിന്റെ 100-ൽ 1 കുറഞ്ഞ ദൂരം മാത്രമായിരിക്കും. മനുഷ്യനേത്രങ്ങൾക്കോ അത്യാധുനിക ശാസ്ത്ര ഉപകരണങ്ങൾക്കോ പോലും അളന്നെടുക്കാൻ കഴിയാത്തത്ര സൂക്ഷ്മമായ ഒരു ദൂരമാണിത്. അതിനുശേഷം നമ്മൾ അര സെക്കൻഡ് നേരം വായുവിൽ ഉയർന്നു നിൽക്കുകയും ഗുരുത്വാകർഷണം കാരണം തിരികെ നിലത്ത് പതിക്കുകയും ചെയ്യും. നമ്മൾ തിരികെ നിലത്ത് ലാൻഡ് ചെയ്യുന്ന അതേ സെക്കൻഡിൽ ചാട്ടത്തിനു മുൻപ് ഭൂമി ഏത് സ്ഥാനത്തായിരുന്നോ കൃത്യം ആ സ്ഥാനത്തേക്ക് തന്നെ അത് തിരിച്ചെത്തുകയും ചെയ്യും. അതായത് ഭൂമിയുടെ ഭ്രമണപഥത്തിനോ സൂര്യന് ചുറ്റുമുള്ള സഞ്ചാരത്തിനോ ദിവസങ്ങളുടെ ദൈർഘ്യത്തിനോ യാതൊരുവിധ മാറ്റവും സംഭവിക്കില്ല. എന്നാൽ പ്രപഞ്ചത്തിന്റെയോ ഭൗമവ്യവസ്ഥയുടെയോ അളവുകോലിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ലെങ്കിലും നമ്മൾ ലാൻഡ് ചെയ്യുന്ന ആ നിമിഷത്തിൽ ഉണ്ടാകുന്ന പ്രാദേശികമായ ആഘാതങ്ങൾ വളരെ ഭീകരമായിരിക്കും. 800 കോടി മനുഷ്യരുടെ 1600 പാദങ്ങൾ ഒരേ മില്ലി സെക്കൻഡിൽ നിലത്ത് തട്ടുമ്പോൾ ഭീമമായ അളവിലുള്ള ഗതികോർജം ശബ്ദമായും ആഘാത തരംഗങ്ങളായും മാറും. ഒന്നാമതായി, നിലത്ത് പതിക്കുന്ന ശബ്ദം 200 ഡെസിബലിൽ കൂടുതൽ ഉയരത്തിലുള്ളതായിരിക്കും. ഇത് മനുഷ്യന്റെ കർണപടങ്ങൾ തകരാനും കേൾവിശക്തി എന്നേക്കുമായി നഷ്ടപ്പെടാനും കാരണമാകും. രണ്ടാമതായി, ഭൂമിയിലേക്ക് കൈമാറപ്പെടുന്ന ഈ ഊർജം പ്രകമ്പനം സൃഷ്ടിച്ച് റിക്ടർ സ്കെയിലിൽ 4.0 മുതൽ 5.0 വരെ തീവ്രതയുള്ള പ്രാദേശികമായ ഒരു ഭൂകമ്പ തരംഗത്തെ ഷോക്ക് വേവിനെ സൃഷ്ടിക്കും. ഇതിന്റെ ആഘാതത്തിൽ ആ പ്രദേശത്തെ റോഡുകളിൽ വലിയ വിള്ളലുകൾ വീഴുകയും കോൺക്രീറ്റ് കെട്ടിടങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ജനലുകളും ചില്ലുകളും തകരുകയും ചെയ്യും.
അതിനെല്ലാമുപരി ശാസ്ത്രീയമായ ആഘാതങ്ങളെക്കാൾ വലിയ ദുരന്തമായി മാറുന്നത് ഇതിന്റെ മാനുഷികവും ലോജിസ്റ്റിക്കലുമായ വശങ്ങളാണ്. 800 കോടി ആളുകളെ ഒരു സ്ഥലത്ത് ഒന്നിച്ചു കൂട്ടുക എന്നതും ചാട്ടത്തിനു ശേഷം അവരെ സുരക്ഷിതമായി സ്വന്തം രാജ്യങ്ങളിലേക്ക് തിരിച്ചയക്കുക എന്നതും പ്രായോഗികമായി അസാധ്യമാണ്. ഇത്രയും വലിയൊരു ജനക്കൂട്ടത്തിലുണ്ടാകുന്ന തിരക്കിലും ബഹളത്തിലും പെട്ട് ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെടാം. ഭക്ഷണത്തിന്റെയും കുടിവെള്ളത്തിന്റെയും ക്ഷാമം, പടർന്നു പിടിക്കുന്ന രോഗങ്ങൾ, ഗതാഗത തടസ്സങ്ങൾ എന്നിവ കാരണം ലോകം നേരിട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ മാനുഷിക ദുരന്തമായി അത് മാറും. ചുരുക്കത്തിൽ, ലോകത്തുള്ള എല്ലാവരും ഒരുമിച്ച് ചാടിയാൽ നമ്മൾ മനുഷ്യർക്ക് വലിയ നാശനഷ്ടങ്ങളും ആഘാതങ്ങളും ഉണ്ടായേക്കാമെന്നതൊഴിച്ചാൽ നമ്മുടെ ഭൂമിക്ക് ഒന്നും സംഭവിക്കില്ല. പ്രപഞ്ചത്തിന്റെ വിശാലമായ വീക്ഷണകോണിൽ നോക്കുമ്പോൾ ഭൂമിയിലെ മുഴുവൻ മനുഷ്യരും ഒന്നിച്ചു ചാടുന്നത് ഒരു ഭീമൻ ബൗളിംഗ് പന്തിലേക്ക് ചെറിയൊരു പൊടിപടലം വന്ന് തട്ടുന്നതത്ര പോലും പ്രാധാന്യമില്ലാത്ത ഒന്നാണ്. മനുഷ്യരാശി എത്ര പുരോഗതി പ്രാപിച്ചാലും പ്രകൃതിയുടെയും പ്രപഞ്ചത്തിന്റെയും ഭൗതിക നിയമങ്ങൾക്ക് മുന്നിൽ നമ്മൾ എത്രമാത്രം നിസ്സാരരാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന ഒന്നാണ് ഈ ലളിതമായ ചിന്താപരീക്ഷണം.